എല്ലാവർക്കും നമസ്കാരം. ശ്രീ വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് പോകാം. ശ്രീരാമകൃഷ്ണനുമായുള്ള മൂന്നാമത്തെ സന്ദർശനത്തിനു ശേഷം നരേന്ദ്രൻ്റെ മനസ്സിൽ കാര്യമായ പരിവർത്തനം തന്നെ സംഭവിച്ചു. അദ്ദേഹത്തെ ഒരു ആത്മീയോപദേശകനായി, ഒരു ഗുരുവായി വിശ്വാസപൂർവ്വം ആശ്രയിക്കാമെന്ന് നരേന്ദ്രന് തോന്നിത്തുടങ്ങി. പക്ഷേ പറയുന്നത് എന്തും സ്വീകരിക്കാൻ തയ്യാറായിരുന്നുമില്ല. നരേന്ദ്രന് വിഗ്രഹാരാധനയോട് വെറുപ്പുണ്ടായിരുന്നു. അദ്വൈതവാദം വെറും ബാലിശമായിരുന്നെന്നും അദ്ദേഹം കണക്കാക്കി. ബ്രഹ്മസമാജക്കാർ പറയുന്ന ഏകദൈവവാദമാണ് ശരിയായ മതാദർശ സംഹിത എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗുരുവിന്റെ മഹത്വം അംഗീകരിച്ചു എന്ന് വെച്ച് തന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായിരുന്നില്ല. പാശ്ചാത്യ ദർശനത്തിന്റെയും ശാസ്ത്രങ്ങളുടെയും പ്രത്യേക പഠനത്തിൽ മുഴുകിയിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പാശ്ചാത്യ ചിന്തകന്മാരുടെ ആശയങ്ങൾ നന്നായി അറിയാമായിരുന്നു. ഇവരിൽ ചിലർ നാസ്തികരുമായിരുന്നു. മറ്റു ചിലർ ദൈവം എന്ന ആത്മസങ്കല്പം മനുഷ്യ മനസ്സിന് അറിയാത്തതും ഒരിക്കലും അറിയാൻ സാധിക്കാത്തതുമായ ഒന്നാണെന്ന് ഉറപ്പിച്ചു പറയുന്ന നിരീശ്വരവാദികളുമായിരുന്നു. എന്നിരിക്കലും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും മാത്രം ആശ്രയിച്ച് പരമമായ സത്യത്തെ മനസ്സിലാക്കുവാൻ പാശ്ചാത്യ ചിന്തകന്മാർ കൈക്കൊണ്ട പരിശ്രമങ്ങളിൽ പോരായ്മകളുണ്ടെന്ന് നരേന്ദ്രന്റെ സൂക്ഷ്മബുദ്ധിക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിച്ചു. ജന്മനാ ഉള്ള ആത്മീയ പ്രവണതയും ഗുരുദേവന്റെ പ്രേരണയും പാശ്ചാത്യരുടെ ഭൗതിക നിരീശ്വര ചിന്താഗതിക്ക് അന്ധമായി കീഴടങ്ങുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കി. എങ്കിലും വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഒരു ഗുരുവിന്റെ ആവശ്യകത, ദേവീദേവന്മാരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, വേദാന്തത്തിൽ പറയുന്ന അദ്വൈതം, ഇതിനെയെല്ലാം കുറിച്ചുള്ള സംശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഞെരുക്കിയിരുന്നു. അതുകൊണ്ട് പാശ്ചാത്യ ചിന്താസരണിയുടെ പ്രേരണയ്ക്ക് വിധേയനായി ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള നേർവഴിയായുള്ള വിശ്വാസം, ഭക്തി എന്നിവ അദ്ദേഹം ഉപേക്ഷിച്ചു. പക്ഷേ നിരീശ്വരവാദിയായി, യുക്തിവാദിയായി ഇരിക്കുമ്പോഴും ഒരു സത്യാന്വേഷകന് അവശ്യം വേണ്ട രണ്ട് യോഗ്യതകൾ, ബ്രഹ്മചര്യം, ധ്യാനം, ഇവ രണ്ടും സഹജവാസന മൂലം സ്വീകരിക്കുകയും അവയോട് ഒട്ടിനിൽക്കുകയും ചെയ്തു. അതിനാൽ തന്നെ അദ്ദേഹം തനിക്ക് വരുന്ന എല്ലാ വിവാഹാലോചനകളും നിരസിച്ചു. ധ്യാനത്തിന് സ്വന്തമായൊരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളെയും അകറ്റി കാറ്റില്ലാത്ത സ്ഥലത്തെ എരിയുന്ന ദീപശിഖ പോലെ നിശ്ചലമായി മനസ്സിനെ നിർത്തി ആ സ്ഥിതിയിൽ തുടർന്നു കൊണ്ടിരിക്കുവാൻ ശ്രമിച്ചു. അപ്രകാരം ചെയ്യുന്നതിൻ്റെ ഫലമായി സമയത്തെയും സ്വന്തം ശരീരത്തെയും പറ്റിയുള്ള ബോധം ഇടയ്ക്കിടയ്ക്ക് മറിയുമാറ് എപ്പോഴും നിയന്ത്രിതമായ നരേന്ദ്രന്റെ മനസ്സ് അതിൽ തന്നെ അഗാധമായി ലയിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാവുകൾ പലതും അത്തരത്തിലുള്ളതായിരുന്നു. തൽഫലമായി ഒരു നാൾ ഒരു അസാധാരണ വെളിപാട് അദ്ദേഹത്തിന് ഉണ്ടായി. അത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് എല്ലാ വസ്തുചിന്തകളിൽ നിന്നും അകറ്റി നിശ്ചലമായി നിർത്തിയപ്പോൾ അതിൽ സ്വച്ഛതയാർന്ന ഒരാനന്ദപ്രവാഹമുണ്ടായി. ധ്യാനം അവസാനിച്ചതിനു ശേഷവും അതിൻ്റെ പ്രചോദനത്തിൽ കുറേ നേരത്തേക്ക് ഒരു തരം ഉന്മത്തത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തന്മൂലം ഉടനെ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് പോകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ധ്യാനത്തിൻ്റെ അതേ സ്ഥിതിയിൽ തന്നെ ഇരിക്കുമ്പോൾ അവസാനത്തിൽ എവിടെ നിന്നറിയില്ല ഒരു സന്യാസിയുടെ രൂപം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ആ മുറി മുഴുവൻ ഒരു ദിവ്യപ്രഭ നിറച്ചുകൊണ്ട് നരേന്ദ്രന്റെ മുൻപിൽ അല്പം അകലെയായി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കാവ്യവസ്ത്രം ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കമണ്ഡലവും ഉണ്ടായിരുന്നു. എല്ലാ വസ്തുക്കളോടുമുള്ള നിർമമതയിൽ നിന്ന് ജനിച്ച അന്തർമുഖതയുടെ ശാന്തവും സ്വച്ഛവുമായ ഒരു ഭാവം അദ്ദേഹത്തിന്റെ മുഖത്ത് സ്ഫുരിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിൽ നരേന്ദ്രൻ അത്ഭുതപരതന്ത്രനായി ആകർഷിക്കപ്പെട്ടു. എന്തോ പറയുവാൻ ആഗ്രഹിക്കുന്നതുപോലെ കണ്ണുകൾ നരേന്ദ്രനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മന്ദം മന്ദം അടിവെച്ച് ആ രൂപം നടന്നു വന്നു. പക്ഷേ നരേന്ദ്രൻ വല്ലാതെ ഭയപ്പെട്ടുപോയി. അദ്ദേഹത്തിന് ശാന്തനായിരിക്കുവാൻ കഴിഞ്ഞില്ല. വേഗം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. വളരെ വേഗത്തിൽ തന്നെ മനസ്സ് വീണ്ടും നിയന്ത്രണാധീനമാവുകയും ധൈര്യം തിരികെ കിട്ടുകയും ചെയ്തപ്പോൾ അദ്ദേഹം വേഗം ആ മുറിയിലേക്ക് മടങ്ങി വന്നു. പക്ഷെ ആ രൂപം കാണാനില്ലായിരുന്നു.
ബുദ്ധഭഗവാന്റേതായിരിക്കണം ആ രൂപം എന്ന് അദ്ദേഹം ഊഹിച്ചു. അദ്ദേഹത്തിന് അദ്വൈതത്തോടുണ്ടായിരുന്ന സഹജമായ വിദ്വേഷം ഗുരുദേവന്റെ ആത്മശക്തി ചെലുത്തിയ സമ്മർദ്ദത്താൽ മായ്ക്കപ്പെട്ടു. ഭാവിയിൽ ആധുനിക ലോകത്തിന് വേദാന്ത ചിന്തകളുടെ വ്യാഖ്യാതാവായിരിക്കും നരേന്ദ്രൻ എന്ന് അറിയാമായിരുന്ന ശ്രീരാമകൃഷ്ണൻ തൻ്റെ ആത്മീയ ശക്തി കൊണ്ട് വേദാന്തത്തെക്കുറിച്ച് നരേന്ദ്രനുണ്ടായിരുന്ന മനോവിഷമങ്ങൾ മാറ്റുകയാണുണ്ടായത്. നരേന്ദ്രൻ ബ്രഹ്മസമാജത്തിലെ ഒരംഗമായതുകൊണ്ട് ദ്വൈതഭാവമുള്ള ഏകദൈവ സിദ്ധാന്തത്തെ പിന്തുടർന്നിരുന്നു. തനിക്ക് കേൾക്കാനെന്നുള്ള മട്ടിലാണെങ്കിലും അഷ്ടാവക്ര സംഹിത മുതലായ അദ്വൈത ഗ്രന്ഥങ്ങൾ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു. യഥാർത്ഥത്തിൽ നരേന്ദ്രനെ അദ്വൈത ചിന്തകളുമായി യോജിപ്പിൽ കൊണ്ടുവരാനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഒരു ദിവസം ഗുരു അദ്വൈതത്തെക്കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ നരേന്ദ്രൻ എഴുന്നേറ്റ് പുറം തിണ്ണയിലേക്ക് പോയി. അവിടെ അതിബുദ്ധിമാനും എന്നാൽ ഭക്തനെന്ന് ഭാവിക്കുന്നവനുമായ പ്രതാപ് ചന്ദ്രഹസ്ര ഇരുന്നിരുന്നു. അവർ അദ്വൈതത്തെക്കുറിച്ച് പരിഹാസപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: ഈ കുടൻ ദൈവമാണ്, ഈ കോപ്പ ദൈവമാണ്, നാം കാണുന്ന എല്ലാം തന്നെയും നമ്മളും ദൈവമാണ്. ഇതൊക്കെ എപ്പോഴെങ്കിലും സംഭവ്യമാണോ? അവരുടെ സംസാരവും ചിരിയും കേട്ട് ഗുരുദേവൻ പുറത്തു വന്ന് അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ധ്യാനത്തിൽ ലയിച്ചുകൊണ്ട് നരേന്ദ്രനെ സ്പർശിച്ചു. ഗുരുവിന്റെ അത്ഭുതകരമായ സ്പർശം കൊണ്ട് ഒരു നിമിഷത്തിനുള്ളിൽ നരേന്ദ്രന്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു സമൂല പരിവർത്തനം വന്നു. പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നില്ലെന്ന് അദ്ദേഹം വിസ്മയപൂർവ്വം ഗ്രഹിച്ചു. ഈ ഉന്മത്തത അന്നത്തെ ദിവസം അവസാനിച്ചില്ല. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. കണ്ടതെല്ലാം ഈശ്വരനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. തെരുവിൽ കൂടി നടക്കുമ്പോൾ എതിരെ ഒരു വാഹനം കണ്ടെങ്കിലും മറ്റു സമയങ്ങളിൽ ചെയ്യാറുള്ളതുപോലെ മാറി നിൽക്കുവാൻ തോന്നിയില്ല. അദ്ദേഹത്തിന്റെ കൈകാലുകൾ ആ സമയത്ത് അചേതനങ്ങളായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ആഹരിക്കുകയാണെന്ന് തോന്നിയില്ല. ഭക്ഷണം കഴിക്കുന്നത് മറ്റാരോ ആണെന്നതുപോലെയാണ് തോന്നിയത്. കുറച്ചു നേരത്തേക്ക് ആ ഉന്മത്ത ഭാവത്തിൽ നിന്നോ വികാരാധീന സ്ഥിതിയിൽ നിന്നോ വിമുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സാധാരണ നില പ്രാപിച്ചപ്പോൾ നരേന്ദ്രന് തോന്നി അത് അദ്വൈതജ്ഞാനത്തിന്റെ സൂചനയാണെന്ന്. അതിനാൽ വേദത്തിൽ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത് ഒരു തരത്തിലും അയഥാർത്ഥമാകാൻ തരമില്ല. അതിനുശേഷം അദ്വൈതവാദത്തിന്റെ പരമാർത്ഥത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിട്ടേയില്ല. നരേന്ദ്രന്റെ ജീവിതത്തിൽ പിന്നീട് വന്ന കൊല്ലങ്ങൾ ഗുരുവുമായി അദ്ദേഹം നടത്തിയ ബുദ്ധിപരമായ പോരാട്ടത്തിൻ്റെയും ഗുരുവിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്താലും ദിവ്യശക്തിയാലും ഒരു എളിയ ശിഷ്യനായി ക്രമേണ ഗുരു അദ്ദേഹത്തെ കീഴടക്കിയതിൻ്റെയും കാലഘട്ടമായിരുന്നു. ആദ്യ സന്ദർശനത്തിൽ തന്നെ താൻ തൻ്റെ ആദ്യത്തെ വെളിപാടിൽ കണ്ട ഋഷിയായി നരേന്ദ്രനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഗുരു നരേന്ദ്രനാൽ അത്യന്തം ആകർഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് നരേന്ദ്രനോടുള്ള നിസ്സീമമായ സ്നേഹത്താൽ വേദാന്തപ്രകാരം ഏറ്റവും ഉന്നത സാക്ഷാത്കാരമായ നിർവികൽപ്പ സമാധി എന്ന അവസ്ഥ നരേന്ദ്രന്റെ രണ്ടാമത്തെ സന്ദർശനത്തിൽ അദ്ദേഹത്തിൽ അർപ്പിക്കുവാൻ ശ്രീരാമകൃഷ്ണൻ ആഗ്രഹിച്ചു. എന്നാൽ തന്റെ അഹംബുദ്ധി മായ്ക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ നരേന്ദ്രൻ ഭയപ്പെട്ട് അച്ഛനമ്മമാരെ വിളിച്ചിരുന്നതിനാൽ നരേന്ദ്രൻ അതിനുള്ള പാകമായിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് തന്റെ നിഗമനത്തിൽ വല്ല തെറ്റും വന്നുവോ എന്ന് സംശയിച്ച് അത് തീർക്കാനാണ് മൂന്നാമത്തെ സന്ദർഭത്തിൽ നരേന്ദ്രന്റെ അസ്തിത്വത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുവാനും അദ്ദേഹം ആരെന്നുള്ള ഗുരുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നരേന്ദ്രനെ കൊണ്ടുചെന്നത്. ആ ഉത്തരങ്ങൾ നരേന്ദ്രനെക്കുറിച്ചുള്ള ആദ്യത്തെ വെളിപാടുകൾ ശരിയാണെന്നും അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന ആത്മീയ സാക്ഷാത്കാരത്തിനുള്ള കഴിവുണ്ടാകുവാൻ കുറച്ച് സമയമെടുക്കുമെന്നും ഗുരുവിനെ ബോധ്യമാക്കി. ഏതായാലും തന്റെ ദൗത്യം സാധ്യമാക്കുന്നതിന് നരേന്ദ്രൻ വലിയ സഹായിയായിരിക്കുമെന്ന് ഗുരുവിന് വ്യക്തമായി. ലോകത്തിൽ മറ്റാരിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അഗാധമായ സ്നേഹവും അഭിനന്ദനവും ഗുരു നരേന്ദ്രന്റെ നേരെ പ്രദർശിപ്പിക്കുവാനും തുടങ്ങി. മറ്റുള്ള ഭക്തന്മാരെ പോലെ നരേന്ദ്രനും ആദ്യം എല്ലാ ഞായറാഴ്ചകളിലും ദക്ഷിണേശ്വരത്ത് വന്നിരുന്നു. കാലക്രമത്തിൽ ഈ സന്ദർശനം കൂടുതൽ തവണകളിലായി. മാത്രമല്ല, ഗുരുവിന്റെ സഹവാസത്തിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ധ്യാനം പരിശീലിച്ചുകൊണ്ട് നരേന്ദ്രൻ 2-3 ദിവസം ഗുരുവിന്റെ കൂടെ താമസിക്കുവാനും തുടങ്ങി.
പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നരേന്ദ്രന് ദക്ഷിണേശ്വരത്ത് വരാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ ഗുരു വളരെ അസ്വസ്ഥനാവുകയും വന്നവരോടൊക്കെ നരേന്ദ്രനെ പറ്റി അന്വേഷിക്കുകയും ചിലപ്പോൾ നരേന്ദ്രനെ കാണാൻ കൽക്കത്തയ്ക്ക് പോവുകയും ചെയ്തിരുന്നു. ഈ സന്ദർശനം ചിലപ്പോൾ വളരെ വിഷമങ്ങളിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ കൂടി ഉണ്ടാക്കിയിരുന്നു. ഒരിക്കൽ ഗുരു നരേന്ദ്രനെ കാണാനായി ക്ഷണിക്കപ്പെടാത്തവനും ഒരാവശ്യമില്ലാത്തവനുമായ ഒരു സന്ദർശകനായി ബ്രഹ്മസമാജക്കാരുടെ പ്രാർത്ഥനാ യോഗത്തിൽ ചെന്നു. അദ്ദേഹം പെട്ടെന്ന് യോഗസ്ഥലത്തേക്ക് കടന്നു ചെന്നത് അല്പം കുഴപ്പം സൃഷ്ടിച്ചതായി സംഘാടകർ കണ്ടു. അവർ എല്ലാവരെയും പിരിച്ചുവിടാനായി വെളിച്ചമെല്ലാം അണച്ചു. ശ്രീരാമകൃഷ്ണൻ നിസ്സഹായാവസ്ഥയിലായി. പക്ഷേ അദ്ദേഹം വന്നത് കണ്ട് നരേന്ദ്രൻ വേഗം രക്ഷയ്ക്കെത്തി. അദ്ദേഹത്തെ പുറത്തേക്ക് കടക്കാൻ സഹായിച്ച ശേഷം നരേന്ദ്രൻ ഗുരുവിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോടുള്ള മമത കാരണം അങ്ങയുടെ വിധി ഒരു മാനിനോടുള്ള മമത കാരണം മാനായി ജനിച്ച ജഡഭരതൻ്റേതുപോലെയായി തീരും. സാധാരണ നിലയിൽ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനായ ഗുരു നരേന്ദ്രന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. പതിവനുസരിച്ച് ഇത്തരത്തിലുള്ള സന്ദേഹങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കീഴ്പ്പെടുമ്പോൾ ജഗദംബയോട് അപേക്ഷിക്കാറുള്ളതുപോലെ ഈ സന്ദർഭത്തിലും അദ്ദേഹം അപേക്ഷിച്ചു. അവനെ നാരായണനായിട്ട് കാണുന്നതുകൊണ്ടാണ് നീ അവനെ സ്നേഹിക്കുന്നത്. അവനിൽ നീ നാരായണനെ എന്ന് കാണാതാകുന്നുവോ അന്ന് അവനെ നീ തിരിഞ്ഞു നോക്കുക പോലുമില്ല. മാതാവിൻ്റെ ഉറപ്പ് നൽകുന്ന വാക്കുകൾ ലഭിച്ചതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വസ്ഥമായുള്ളൂ. നരേന്ദ്രനും ഗുരുദേവനും തമ്മിലുള്ള ബന്ധം നിസ്വാർത്ഥമായ സ്നേഹത്തിൽ നിന്നും ജനിച്ച ഗാഢസൗഹൃദത്താലും അനൗപചാരികത്വത്താലും വിശിഷ്ടമായിരുന്നു. പൗരാണികമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഔപചാരികതയൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. നരേന്ദ്രന്റെ പൂർവകാല ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉൾക്കാഴ്ചയിലൂടെ ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു അദ്ദേഹത്തെ സമനായി കണക്കാക്കുകയും ഒരേ ഹുക്കയിൽ നിന്ന് പോലും പുകവലിക്കുകയും ചെയ്തിരുന്നു. ഗുരുദേവൻ അദ്ദേഹത്തെ നിത്യസിദ്ധനായി ഗണിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, നരേന്ദ്രനിൽ എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനാഗ്നി ഭോഗസംബന്ധിയായ എല്ലാ കളങ്കങ്ങളെയും ഭസ്മമാക്കും. അവൻ ദിവസവും ജ്ഞാനഖഡ്ഗം കൊണ്ട് മായാബന്ധങ്ങൾ തുണ്ടുതുണ്ടായി ഛേദിക്കുന്നു. അതിനാൽ അവനെ തൻ്റെ നിയന്ത്രണത്തിലാക്കുന്നതിൽ മായ പരാജയപ്പെടുന്നു. ഇടയ്ക്കിടെ ഗുരു നരേന്ദ്രനെ അക്കാലത്തെ പണ്ഡിതന്മാരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് വളരെയധികം പ്രശംസിക്കുമായിരുന്നു. ഗുരുദേവൻ പറയും, കേശവചന്ദ്രസൻ 10 ഇതളുള്ള ഒരു താമരപ്പൂവാണെങ്കിൽ നരേന്ദ്രൻ സഹസ്രദളങ്ങളുള്ള ഒരു താമരപ്പൂവാണ്. ആദ്യത്തെയാൾക്ക് ഒരു ശക്തി ധാരാളമുണ്ടെങ്കിൽ നരേന്ദ്രന് അത്തരത്തിലുള്ള 18 ശക്തികൾ ഉണ്ട്. ആദ്യത്തെയാൾ ഒരു മെഴുകുതിരി പോലെയാണെങ്കിൽ നരേന്ദ്രൻ വിജ്ഞാന സൂര്യൻ തന്നെയാണ്. ലോകപ്രശസ്തനായ ഒരാളും അറിയപ്പെടാത്ത ഒരു യുവാവും തമ്മിലുള്ള ഇത്തരം തുലനത്തിൽ നരേന്ദ്രൻ പലപ്പോഴും പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ അത് ദിവ്യജനനി തനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു പരമാർത്ഥമായതുകൊണ്ട് അപ്രകാരം സംഭവിക്കാതിരിക്കാൻ വയ്യെന്ന് ഗുരുദേവൻ പറയും. ഗുരു അങ്ങനെ ചെയ്തത് അത്തരത്തിലുള്ള പ്രശംസ കൊണ്ട് അഹങ്കാരിയായി തീരാത്ത അത്ര മഹാമനസ്കനാണ് നരേന്ദ്രൻ എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ എല്ലാ ശിഷ്യന്മാരിലും വെച്ച് നരേന്ദ്രൻ മാത്രമാണ് ഗുരുവിൻ്റെ അഭിപ്രായങ്ങളെയും ഈശ്വര സാക്ഷാത്കാരത്തെയും പറ്റി ചോദ്യം ചെയ്തിരുന്ന ഏക ശിഷ്യൻ. ഇടയ്ക്കിടെ നരേന്ദ്രൻ ഗുരുവിൻ്റെ അനുഭവങ്ങളെ പുച്ഛിച്ചുകൊണ്ട് പറയും, അങ്ങേ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് അമ്മയാണ് എന്ന് ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുക? അവയെല്ലാം തന്നെ ഒരുപക്ഷെ അങ്ങയുടെ സമനില തെറ്റിയ മനസ്സിൻ്റെ സ്വയം സൃഷ്ടികളായിരിക്കാം. എനിക്കാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതെങ്കിൽ ഞാൻ തീർച്ചയായും അതെല്ലാം എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാവനകളായി മാത്രമേ കരുതുകയുള്ളൂ. ഒരു വസ്തുവിന് ഒരു പ്രത്യേക വൈശിഷ്ട്യമുള്ളതായി സങ്കല്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന പക്ഷം നമ്മുടെ ബോധമണ്ഡലം നമ്മെ വഞ്ചിക്കുന്നു എന്ന് ശാസ്ത്രവും തത്വചിന്തയും സംശയാതീതമായി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് എന്നോട് വാത്സല്യമുള്ളവനാണ്. ഞാൻ എല്ലാ കാര്യത്തിലും മഹാനായി കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരം വെളിപാടുകൾ അങ്ങേക്കുണ്ടാകുന്നത്. ഈ വിമർശനവും തൻ്റെ വെളിപാട് വെറും ഭ്രാന്താണെന്നുള്ള നരേന്ദ്രൻ്റെ മറ്റ് വിമർശനങ്ങളും അജ്ഞനായ ഒരു ശിശു പ്രകടിപ്പിക്കുന്ന ജൽപ്പനങ്ങളായി മാത്രം ജ്ഞാനത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ഗുരുദേവൻ പരിഗണിച്ചു. എന്നാൽ ഗുരു തന്നെ നിഷ്കളങ്കനായ ഒരു ശിശുവിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സംശയം കൊണ്ട് പരിഭ്രമിക്കുകയും ചെയ്തിരുന്നു.
കാരണം മനസ്സിലും വാക്കിലും സത്യം പാലിക്കുന്നവനായിട്ടാണ് അദ്ദേഹം നരേന്ദ്രനെ കണക്കാക്കിയിരുന്നത്. ഈ അവസരങ്ങളിലെല്ലാം അദ്ദേഹം ജഗജ്ജനനിയോട് അപേക്ഷിച്ചു. നീ എന്തിനാണ് അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത്? വളരെ താമസിയാതെ ഇതെല്ലാം ശരിയാണെന്ന് അയാൾ അംഗീകരിക്കും. ആ മാതാവിൻ്റെ അഭയവചനം കേട്ട് ആകുലതയിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്തിരുന്നു. ഗുരുദേവൻ നരേന്ദ്രനെ വളരെ വിലമതിക്കുകയും അത്യന്തം സ്നേഹിക്കുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം നരേന്ദ്രന്റെ ഗുരുഭക്തിയെ ഒരു കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കാതിരുന്നില്ല. സാധാരണയായി നരേന്ദ്രൻ വരുമ്പോൾ ഗുരു സന്തോഷാതിരേകത്താൽ നിമഗ്നനാവുകയും നരേന്ദ്രന് അത്യന്തം സൗഹൃദത്തോടു കൂടിയ സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ നരേന്ദ്രനെ കണ്ട മാത്രയിൽ ഗുരു ആനന്ദോന്മാദത്തിൽ ലയിക്കുക പോലും ചെയ്തിരുന്നു. എന്നാൽ ഈ ബന്ധത്തിന് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു. നരേന്ദ്രനോട് ഗുരു ഒരു അവഗണനാഭാവം അവലംബിക്കാൻ തുടങ്ങി. ഒരു ദിവസം നരേന്ദ്രൻ ഗുരുവിന്റെ അടുത്ത് വന്ന് വന്ദിച്ച് ആസനസ്ഥനായി. എന്നാൽ ഗുരു അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കാതിരിക്കുകയും ആ ദിവസം മുഴുവനും നരേന്ദ്രനോട് ഒരു വാക്കുപോലും മിണ്ടാതെ അലക്ഷ്യഭാവത്തിൽ പെരുമാറുകയും ചെയ്തു. ഒരു മാസത്തിലേറെ കാലം ഗുരു ഇത്തരത്തിൽ നരേന്ദ്രനോട് ഈ അലക്ഷ്യഭാവം കാണിക്കുന്നത് തുടർന്നു. എങ്കിലും ഗുരുവിന്റെ അലസതാഭാവത്തിൽ ഒരു വിധത്തിലും നിരസപ്പെടാതെ നരേന്ദ്രൻ തന്റെ സന്ദർശനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിലൊരു ദിവസം ഗുരു ചോദിച്ചു, ഞാൻ നിന്നോടൊരു വാക്കുപോലും മിണ്ടുന്നില്ല, എങ്കിലും നീ ഇവിടെ വരുന്നത് എന്തിനാണ്? നരേന്ദ്രൻ മറുപടി പറഞ്ഞു, അങ്ങ് സംസാരിക്കുന്നത് കേൾക്കാൻ മാത്രമാണോ ഞാൻ വരുന്നത്? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അത്യന്തം സന്തുഷ്ടനായി ഗുരു പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. നിന്റെ ഗുണനിലവാരത്തിലുള്ള ഒരാധ്യാത്മിക പുരുഷന് മാത്രമേ ഇത്തരത്തിലുള്ള അവഗണനയും ഉപേക്ഷയും സഹിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റാരെങ്കിലും ആണെങ്കിൽ നേരത്തെ തന്നെ എന്നെ വിട്ട് പിരിഞ്ഞു പോവുകയും പിന്നീട് ഒരിക്കലും ഇവിടെ വരാതിരിക്കുകയും ചെയ്യുമായിരുന്നു. 1884 ആദ്യകാലം നരേന്ദ്രൻ BA ബിരുദം നേടാനുള്ള പരീക്ഷ എഴുതിയിരിക്കുന്നു. കൊൽക്കത്ത നഗരത്തിൽ നിന്നും കുറച്ചകലെയുള്ള വരാഹ നഗരത്തിലെ ഒരു സ്നേഹിതന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹൃദയസ്തംഭനം മൂലം പിതാവ് മരിച്ചു എന്ന ദുഃഖവാർത്തയുമായി വീട്ടിൽ നിന്നും ഒരാൾ വന്നത്. അമ്മയും 2 സഹോദരിമാരും 2 അനുജന്മാരും നരേന്ദ്രനെയും കാത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വനാഥദത്തിന്റെ ആകസ്മികമായ അന്ത്യം കുടുംബത്തെ പട്ടിണിയിലാഴ്ത്തി. അതിലും കഷ്ടമായത് നരേന്ദ്രന്റെ പിതാവിന്റെ ദാനശീലം മൂലം മെച്ചം നേടാൻ കഴിഞ്ഞ ബന്ധുക്കൾ നരേന്ദ്രനെയും മാതാവിനെയും സഹോദരന്മാരെയും അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാനായി കേസ് കൊടുക്കുക കൂടെ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണം കാരണം ഗുരുവിന്റെ സമീപത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവുകളും കുറഞ്ഞുപോയി. ഈ കഷ്ടകാലത്താണ് നരേന്ദ്രൻ BA പരീക്ഷ ജയിച്ച് നിയമ പഠനത്തിന് ചേർന്നത്. കോളേജിലെ ഏറ്റവും ദരിദ്രനായ വിദ്യാർത്ഥി നരേന്ദ്രനായിരുന്നു. ചില സ്നേഹിതന്മാർ അദ്ദേഹത്തെ ആഹാരം കഴിക്കാനായി അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കും. വീട്ടിൽ പട്ടിണി കിടക്കുന്ന അമ്മയെയും സഹോദരങ്ങളെയും ഓർത്ത് ആഹാരം കഴിക്കില്ല. വീട്ടിലെത്തിയാൽ മറ്റുള്ളവർ ഒരു പിടി കൂടി അധികം കഴിക്കട്ടെ എന്ന് കരുതി വിശപ്പില്ലെന്ന് പറയും. നിർബന്ധിച്ചാൽ അദ്ദേഹം അല്പം മാത്രം കഴിക്കും. നരേന്ദ്രൻ ഒരു ജോലി അന്വേഷിച്ച് പലയിടങ്ങളിലും കയറിയിറങ്ങുവാൻ തുടങ്ങി. ശ്രീരാമകൃഷ്ണന്റെ ഗൃഹസ്ഥ ഭക്തനായിരുന്ന മഹേന്ദ്രനാഥ് ഗുപ്തന്റെ ശുപാർശ പ്രകാരം ഒരു ജോലി കിട്ടി. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ബൗബസാർ സ്കൂളിലെ പ്രധാനാധ്യാപകനായി നരേന്ദ്രൻ നിയമിതനായി. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ ജോലി നഷ്ടമായി. മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. ഐശ്വര്യകാലത്ത് അദ്ദേഹത്തിന്റെ ചങ്ങാതിമാരാകുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന പൂർവ്വ സുഹൃത്തുക്കളിൽ വളരെ പേർ ഇപ്പോൾ അദ്ദേഹത്തോട് തണുപ്പൻ മനോഭാവം കാണിക്കുവാൻ തുടങ്ങി. സംശയമുളവാക്കുന്ന തരത്തിൽ അധർമ്മത്തിൽ ചരിക്കുന്ന ചിലർ അവർ നരേന്ദ്രനോട് വളരെ അടുക്കുകയും അനുകമ്പ പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ അവലംബിച്ച മാർഗങ്ങളെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ കടുത്ത ദാരിദ്ര്യത്തിന്റെ സമ്മർദ്ദത്തിൽ പോലും നരേന്ദ്രൻ ഒരിക്കലും സ്വീകരിക്കാത്തവയായിരുന്നു ആ മാർഗങ്ങൾ. അത്തരത്തിലുള്ളവരുമായുള്ള സംസർഗം തന്നെ പരദൂഷണം പരത്തുന്നവർക്ക് ശ്രീരാമകൃഷ്ണന്റെ അനുയായിയായ നരേന്ദ്രൻ അദ്ദേഹത്തിന്റെ സൽസ്വഭാവം നഷ്ടപ്പെടുത്തി എന്ന് ദുഷ്പ്രചരണം നടത്തുവാൻ ധാരാളം മതിയായിരുന്നു. ഈ കഥകൾ ഗുരുവിന്റെ ചെവിയിലെത്തിയെങ്കിലും അദ്ദേഹം അതൊന്നും ഒരിക്കലും വിശ്വസിച്ചില്ല. നരേന്ദ്രന്റെ സ്വഭാവഗുണം നന്നായി അറിയാമായിരുന്ന ഗുരു അത്തരത്തിലുള്ള ഒരു നിലയ്ക്കും നരേന്ദ്രൻ
ഒരിക്കലും അധപതിക്കുകയില്ലെന്ന് മറ്റു ഭക്തന്മാരോട് തീർത്തു പറഞ്ഞു. എന്നാൽ നരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളമാകട്ടെ, ലോകത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിന് ദുർമാർഗങ്ങൾ സ്വീകരിക്കുന്ന ജനങ്ങളെ പരസ്യമായി സാധൂകരിച്ചുകൊണ്ട് ഇത്തരം വിമർശകരോട് ഒരു ധിക്കാര മനോഭാവമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. മാത്രമല്ല, അദ്ദേഹം ഒരു നിരീശ്വരവാദിയുടെ പരിവേഷമണിഞ്ഞ് ദൈവവിശ്വാസത്തെ കൂടി യുക്തിയുക്തം പരിഹസിച്ചു. ഇതെല്ലാം നരേന്ദ്രന്റെ സുഹൃത്തുക്കളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള അധപതനത്തെക്കുറിച്ചുണ്ടായിരുന്ന വിശ്വാസം സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുകയും പരദൂഷണം പരത്തുന്നവരെ ശകാരിക്കുകയും ചെയ്ത ഏക വ്യക്തി ഗുരുദേവൻ മാത്രമായിരുന്നു. നരേന്ദ്രന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തുടർന്നു. ദിവസങ്ങളോളം അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കഴിക്കാതെ പുറത്തു സഞ്ചരിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ഒരു ദിവസം മുഴുവൻ അദ്ദേഹം വിശക്കുന്ന വയറുമായി ഒരു ജോലി അന്വേഷിച്ച് നടന്നു. കാര്യം സാധിക്കാതെയും മഴയിൽ കുതിർന്നും രാത്രിയിൽ തളർന്ന കാലുകളോടും ശരീരത്തേക്കാൾ തളർന്ന മനസ്സോടും കൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരടി മുൻപോട്ട് വയ്ക്കാൻ പറ്റാത്ത വിധം ക്ഷീണം വർദ്ധിച്ചതിനാൽ അദ്ദേഹം അടുത്തുണ്ടായിരുന്ന ഒരു വീടിന്റെ തുറന്ന കോലായിൽ മരത്തടി പോലെ കിടന്നു. കുറച്ചു നേരത്തേക്ക് ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വിധം. പക്ഷെ പല വർണ്ണങ്ങളിലുള്ള ചിത്രങ്ങളും വിവിധ തരത്തിലുള്ള ചിന്തകളും ഒന്നിനു പിന്നാലെ ഒന്നായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു മറഞ്ഞത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അവയെ മനസ്സിൽ നിന്ന് അകറ്റുവാനോ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ മനസ്സുറപ്പിക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏതോ ഒരു ദൈവിക ശക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്നൊന്നായി യവനികൾ ഉയർത്തുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കരുണാമയനായ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം മാരക ഭാവങ്ങളുള്ളത്? ദൈവത്തിൻ്റെ ഉഗ്രമായ നീതിയും അനന്തമായ ആർദ്രതയും തമ്മിലുള്ള പൊരുത്തം എവിടെ? എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള അറകളിൽ ഉത്തരം കണ്ടെത്തി. സന്തോഷം കൊണ്ട് അദ്ദേഹം നിലവിട്ടവനായി. പിന്നീട് വീട്ടിലേക്കുള്ള യാത്ര തുടർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം ഇല്ലാതായിരിക്കുന്നെന്നും മനസ്സിൽ നിസ്സീമമായ കരുത്തും ശാന്തിയും നിറഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തത്സമയം നേരം വെളുക്കാറായിരുന്നു. താൻ ഭൂജാതനായിരിക്കുന്നത് ഒരു കുടുംബത്തെ സംരക്ഷിക്കുക, ഒരു കുടുംബത്തെ നോക്കി നടത്തുക എന്ന ജോലി ചെയ്യുവാനല്ലെന്ന് ഈ അനുഭവങ്ങൾക്ക് ശേഷം നരേന്ദ്രന് ശക്തിയായി തോന്നിയതിനാൽ ലൗകിക ജീവിതം ത്യജിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി. ഈ തീരുമാനം നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നതിന് 2 ദിവസം മുമ്പ് ഗുരു തൻ്റെ വീടിനടുത്തുള്ള ഒരു ഭക്തന്റെ വീട്ടിൽ വരുന്നുണ്ടെന്ന് നരേന്ദ്രൻ അറിഞ്ഞു. അതുകൊണ്ട് ഗുരുവിനെ കാണുവാനും യാത്ര പറയുവാനും അദ്ദേഹം നിശ്ചയിച്ചു. പക്ഷേ ഗുരുവിനെ കണ്ടപ്പോൾ ദക്ഷിണേശ്വരത്തേക്ക് തൻ്റെ കൂടെ ചെല്ലുവാൻ ഗുരു നിർബന്ധിച്ചു. ദക്ഷിണേശ്വരത്ത് തൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഗുരു നരേന്ദ്രൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് വികാരഭരിതനായി സമാധിയിൽ ലയിച്ചു. തുടർന്ന് കണ്ണീർ പൊഴിച്ചുകൊണ്ട് നരേന്ദ്രൻ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകം അദ്ദേഹം ചൊല്ലി. തൻ്റെ മനസ്സിലെ ഇംഗിതത്തെ ഗുരു മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിഞ്ഞ നരേന്ദ്രനും വികാരതരളിതനായി കണ്ണുനീർ പൊഴിക്കുവാൻ തുടങ്ങി. പിന്നീട് ഗുരു അദ്ദേഹത്തെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് ഇങ്ങനെ സമാധാനിപ്പിച്ചു. നീ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് ലോകമാതാവിൻ്റെ സന്ദേശം പരത്തുവാനാണ്. നിനക്ക് ലൗകിക ജീവിതം ഒരിക്കലും സാധ്യമാവുകയില്ല. എങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ നിന്റെ കുടുംബത്തിൽ തന്നെ കഴിയുക. നരേന്ദ്രൻ അന്ന് വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ വേഗത്തിൽ തടുക്കുവാൻ കഴിയാത്തവയായി തീർന്നു. ഗുരുവിൻ്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുമെന്ന് നരേന്ദ്രൻ അപ്പോൾ ഓർത്തു. അതുകൊണ്ട് ദക്ഷിണേശ്വരത്ത് പോയി തൻ്റെ ലൗകിക നില മെച്ചപ്പെടുത്തുന്നതിനായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഗുരുവിനോട് അഭ്യർത്ഥിച്ചു. ഗുരു നരേന്ദ്രനോട് സ്നേഹത്തോടെ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, എനിക്ക് അങ്ങനെയൊന്നും ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. നീ എന്തുകൊണ്ട് സ്വയം പ്രാർത്ഥിക്കുന്നില്ല? നീ അമ്മയെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നീ ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത്. നരേന്ദ്രൻ മറുപടി പറഞ്ഞു, എനിക്ക് അമ്മയെപ്പറ്റി അറിയില്ല. ദയവായി എനിക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചാലും അങ്ങ് തീർച്ചയായും പ്രാർത്ഥിച്ചേ മതിയാകൂ. അങ്ങനെ ചെയ്യാത്ത പക്ഷം ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് മാറില്ല. ഗുരു സ്നേഹത്തോടെ പറഞ്ഞു.
നിന്റെ ദുഃഖങ്ങൾ അകറ്റാൻ ഞാൻ അമ്മയോട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷേ നീ അമ്മയെ അംഗീകരിക്കാത്തതിനാൽ അമ്മ പ്രാർത്ഥന കൈക്കൊള്ളുന്നില്ല. ആകട്ടെ, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ദേവിക്ക് വിശേഷപ്പെട്ട പുണ്യദിനമാണ്. ഞാൻ പറയുന്നു, നീ ആവശ്യപ്പെടുന്നത് എന്തും അമ്മ അനുവദിച്ചു തരും. ഇന്ന് രാത്രി കാളിക്ഷേത്രത്തിൽ പോവുക. അമ്മയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്നുകൊണ്ട് ഒരു വരത്തിനായി പ്രാർത്ഥിക്കുക. എൻ്റെ സ്നേഹനിധിയായ ദേവി സാക്ഷാൽ ബ്രഹ്മശക്തി തന്നെയാണ്. പരിശുദ്ധമായ പ്രജ്ഞയുടെ മൂർത്തിമത് ഭാവമാണ്. തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ജന്മം നൽകിയിരിക്കുന്നു. വിചാരിക്കുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് എന്തുണ്ട്? ഗുരു പറഞ്ഞതനുസരിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ തന്നെ തീർച്ചയായും തൻ്റെ കഷ്ടപ്പാടുകൾക്കെല്ലാം അറുതി വരുമെന്നൊരുറച്ച വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലുയർന്നു. വലിയ പ്രത്യാശയോടെ നരേന്ദ്രൻ രാത്രിയുടെ ആഗമനത്തിനായി കാത്തിരുന്നു. അവസാനം രാത്രി എത്തി. ആ രാത്രിയുടെ 3 മണിക്കൂറും കടന്നുപോയപ്പോഴാണ് പുണ്യക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഗുരു നരേന്ദ്രനോട് പറഞ്ഞത്. പോകുമ്പോൾ ഒരു ശക്തമായ ദിവ്യലഹരിക്ക് നരേന്ദ്രൻ അധീനനായി. തല തിരിയുന്നുണ്ടായിരുന്നു. അമ്മയെ താൻ യഥാർത്ഥമായി കാണുമെന്നും അമ്മയുടെ വാക്കുകൾ കേൾക്കുമെന്നുമുള്ള ദൃഢവിശ്വാസം അദ്ദേഹത്തെ ഗ്രസിച്ചു. ആ ചിന്തയിൽ മാത്രം പൂർണ്ണമായും മുഴുകി മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം മറന്നു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ അമ്മ പരിശുദ്ധമായ പ്രജ്ഞയാണെന്നും യഥാർത്ഥത്തിൽ സജീവമായ ചൈതന്യമാണെന്നും അനന്തമായ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉറവിടമാണെന്നും അദ്ദേഹം കണ്ടു. സ്നേഹം നിറഞ്ഞ ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു വികസിച്ചു. ആനന്ദാനുഭൂതിയിൽ അദ്ദേഹം അമ്മയെ വീണ്ടും വീണ്ടും വണങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു: അമ്മേ, എനിക്ക് വിവേചന ശക്തി നൽകണമേ. എനിക്ക് നിസ്സംഗത്വം നൽകണമേ. എനിക്ക് ദിവ്യജ്ഞാനവും ഭക്തിഭാവവും നൽകണമേ. എപ്പോഴും അമ്മയെ തടസ്സം കൂടാതെ ദർശിക്കുവാൻ എനിക്ക് സാധിക്കണമേ. അന്നേരം നരേന്ദ്രൻ്റെ മനസ്സിൽ ശാന്തി നിറഞ്ഞൊഴുകി. പ്രപഞ്ചമാകെ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഹൃദയത്തിൽ അമ്മ മാത്രം നിറഞ്ഞു. അമ്മയോട് ദാരിദ്ര്യം നീക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനു ശേഷം നരേന്ദ്രൻ ഗുരുവിൻ്റെ അടുത്തേക്ക് മടങ്ങിയപ്പോൾ ഗുരു അദ്ദേഹത്തെ 2-3 പ്രാവശ്യം ദേവീ സന്നിധിയിലേക്ക് അയച്ച് വികാരത്തെ അടക്കി തൻ്റെ ലൗകിക ജീവിതം മെച്ചപ്പെടുത്തി തരുവാനായി ദേവിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഓരോ തവണയും ആദ്യം സംഭവിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അമ്മയുടെ സന്നിധിയിൽ നരേന്ദ്രൻ ഭക്തിലഹരിക്ക് വിധേയനായി. ജ്ഞാനത്തിനും വിവേചനത്തിനും ഭക്തിക്കും വേണ്ടി മാത്രമേ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠം ഗുരു അപ്പോൾ നരേന്ദ്രന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതായത്, നരേന്ദ്രൻ ജനിച്ചത് ഐഹിക സുഖം അനുഭവിക്കാനല്ല, നേരെ മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഒരു ദിവ്യോദ്ദേശം സാധിക്കുവാനാണ് എന്ന പാഠം. നരേന്ദ്രനോട് ഇനി ഒരിക്കലും നിന്റെ കുടുംബം വസ്ത്രത്തിനും ഭക്ഷണത്തിനും വേണ്ടി ക്ലേശിക്കേണ്ടി വരില്ല എന്ന് ഗുരു അനുഗ്രഹിച്ചു. ഇത് നരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. വേദാന്തജന്യമായ ആത്മീയ പൈതൃകം പൂർണ്ണമായി അംഗീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന 3 പ്രധാന തടസ്സങ്ങൾ ഓരോന്നായി നീക്കപ്പെട്ടു. ഗുരുവിൻ്റെ അത്ഭുതകരമായ ആത്മീയ ശക്തിയുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും അനുഭവം ഗുരുവെന്ന ആദർശം അംഗീകരിക്കുവാൻ നരേന്ദ്രനെ പ്രേരിപ്പിച്ചു. ഗുരുവിൻ്റെ മനഃശക്തിയുടെ പ്രകടനം മൂലം ബാഹ്യലോകത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്വൈത ചിന്തയോട് അദ്ദേഹം പ്രകടമാക്കിയ എതിർപ്പിനെ നീക്കം ചെയ്തു. ദിവ്യജനനിയെയും അല്ലെങ്കിൽ ദിവ്യശക്തിയുടെ സഗുണ രൂപത്തെയും ദിവ്യമായ വിഗ്രഹങ്ങളിലൂടെ ദൈവത്തിനെ ആരാധിക്കുന്നതിൻ്റെ വിലയെയും സ്വീകരിക്കുന്നതിന് ലൗകിക ദുഃഖങ്ങളും ഗുരുവിൻ്റെ അനുഗ്രഹവും ഇപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ലൗകിക ജീവിതത്തിലെ ക്ലേശങ്ങൾ നരേന്ദ്രൻ്റെ അഹംബുദ്ധിയെ മയപ്പെടുത്തിയെന്ന് മാത്രമല്ല, ലോകത്തിലപ്പാടെയുള്ള കഷ്ടപ്പാടുകൾ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തുറപ്പിക്കുകയും വലിയ മനുഷ്യസ്നേഹിയായ സ്വാമി വിവേകാനന്ദൻ്റെ ഭാവി പ്രവൃത്തിക്ക് കളമൊരുക്കുകയും ചെയ്തു. തൻ്റെ ഗുരുവിനോടുകൂടി കഴിഞ്ഞിരുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള മധുരസ്മരണ ജീവിതം മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനന്തമായ ആനന്ദം നിറച്ചു. അദ്ദേഹം പറയുമായിരുന്നു: ഗുരുവിൻ്റെ കൂടെ ഞാൻ ദിവസങ്ങൾ ചെലവഴിച്ചത് എത്രമാത്രം സുഖത്തോടു കൂടിയായിരുന്നുവെന്ന്
മറ്റുള്ളവരോട് വിവരിക്കുവാൻ പ്രയാസമാണ്. കളി, ഉല്ലാസം, മറ്റു സാധാരണ ജീവിത പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം ഏറ്റവും ഉയർന്ന ആത്മീയ ബോധനം നൽകുകയും ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്തതെങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ അത്യത്ഭുതമെന്നേ പറയാനുള്ളൂ. ഗുരുവുമായി നരേന്ദ്രനുള്ള ഈ ബന്ധത്തിൻ്റെ സൗഭാഗ്യകാലം ഏകദേശം 5 കൊല്ലം നീണ്ടുനിന്നു. അതിൽ 4 കൊല്ലം അദ്ദേഹം ഗുരുവിനെ ദക്ഷിണേശ്വരത്ത് ചെന്ന് കണ്ടിരുന്നു. അവസാന വർഷം കാശിപുരത്ത് വെച്ച് ഗുരുവിനെ സേവിക്കുകയും ചെയ്തു. 1885 മധ്യത്തിലാണ് ശ്രീരാമകൃഷ്ണന് തൊണ്ടയിൽ അർബുദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതും ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ആദ്യം ഷാംപുക്കൂറിലേക്കും പിന്നീട് കോസിപ്പൂർ ഉദ്യാനഗൃഹത്തിലേക്കും കൊണ്ടുപോയത്. ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ ചുമതലയായി ഏറ്റെടുത്തു. ഗൃഹസ്ഥരായ ഭക്തന്മാർ അതിനു വേണ്ട പണച്ചെലവുകൾ നിർവഹിച്ചു. പിന്നീട് സന്യാസിമാരായി തീർന്ന ചെറുപ്പക്കാരായ ശിഷ്യന്മാർ കോസിപ്പൂരിൽ താമസിച്ചുകൊണ്ട് ഗുരുവിനെ പരിചരിക്കുന്ന ചുമതല വഹിച്ചു. നരേന്ദ്രനായിരുന്നു അവരുടെ നേതാവ്. ഈ ചെറുപ്പക്കാരിൽ പലരും കോളേജുകളിൽ പഠിക്കുകയായിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ പഠനത്തിൽ ഉപേക്ഷ കാണിച്ച് വിദ്യാലയങ്ങളിൽ നിന്നും അകന്നു താമസിക്കുന്നതിൽ അവരുടെ രക്ഷിതാക്കൾക്ക് മനോവിഷമമുണ്ടായിരുന്നു. തന്മൂലം ഇത്തരത്തിലുള്ളൊരു മഹാനും പുണ്യാത്മാവുമായൊരു വ്യക്തിയുമായുള്ള സംസർഗം പിന്നീട് അവർക്ക് ഒരിക്കലും ലഭിക്കുകയില്ലെന്നും തങ്ങളുടെ ഗുരുദേവനോടുള്ള തങ്ങളുടെ കടമ മറ്റെന്തിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ താമസിക്കാൻ നരേന്ദ്രൻ അവരെ പ്രേരിപ്പിക്കേണ്ടതായും വന്നു. ഗുരുവിനോട് അവർക്കുള്ള സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടും നരേന്ദ്രൻ്റെ നേതൃത്വത്താൽ നയിക്കപ്പെട്ടും 15 ചെറുപ്പക്കാരടങ്ങുന്ന ഈ ചെറുസംഘം പിന്നീട് രൂപം കൊണ്ട് ശ്രീരാമകൃഷ്ണ സന്യാസി സംഘത്തിൻ്റെ മൂലബീജമായി. അതുവരെ ഈ ചെറുപ്പക്കാർ ദക്ഷിണേശ്വരത്ത് ഇടയ്ക്ക് മാത്രം സന്ദർശിക്കുന്നവരും തമ്മിൽ ആകസ്മികമായി മാത്രം പരിചയപ്പെട്ടിട്ടുള്ളവരും ആയിരുന്നു. ഇങ്ങനെ ഗുരുവിനെ പരിചരിച്ചും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ആത്മസംയമനം പരിശീലിച്ചും ശക്തമായി കൂട്ടിയിണക്കിയ ഒരു സമൂഹമായി തീരുന്നതിന് ഗുരുവിൻ്റെ രോഗം അവർക്ക് അവസരം നൽകി. അവർക്കെല്ലാവർക്കും തന്നെ ഇക്കാലത്ത് വലിയ ആധ്യാത്മിക അനുഭൂതികൾ സിദ്ധിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ നരേന്ദ്രൻ്റെ പുരോഗതിയായിരുന്നു ഏറ്റവും മികച്ചിരുന്നത്. തൻ്റെ ആത്മീയ വികാസത്തിന് വിഘാതങ്ങളായി നിന്നിരുന്ന 3 തടസ്സങ്ങൾ, അതായത് ഗുരു എന്ന ആദർശം അംഗീകരിക്കാതിരിക്കൽ, അദ്വൈത സത്യത്തോടുള്ള പുച്ഛം, ലോകജനനിയെ വകവയ്ക്കാതിരിക്കുക എന്നിവ, ഇവ 3 നീങ്ങിയതോടെ ആത്മാവബോധത്തിനുള്ള അദ്ദേഹത്തിൻ്റെ നൈസർഗിക വാജ്ഞ വീര്യമേറിയ ഒരു ജ്വാലയായി പൊട്ടിപ്പുറപ്പെട്ടു. ഒരു കനത്ത പുതപ്പ് കൊണ്ട് മൂടിയതുപോലെ കൊതുകുകൾ ദേഹത്തിൽ വന്ന് കടിച്ചിരുന്നാൽ പോലും ആത്മധ്യാനത്തിൽ ലയിച്ചിരുന്ന അദ്ദേഹത്തെ അതിൽ നിന്നും ഉണർത്താൻ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹം ധ്യാനനിമഗ്നനായി രാത്രികൾ കഴിച്ചുകൂട്ടി. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരിക്കലാണ് അദ്ദേഹത്തോട് എന്താണ് നിന്റെ ജീവിതാദർശമെന്ന് ഗുരു ചോദിച്ചത്. ശരീരം നിലനിൽക്കുന്നതിന് കുറച്ച് ഭക്ഷണം കഴിക്കുവാൻ മാത്രമായുള്ള ജാഗ്രത അവസ്ഥയുടെ ലഘുവായ ഇടവേളകളിൽ ഒഴിച്ച് ബാക്കി സമയം മുഴുവനും സമാധിയിൽ മുഴുകിയിരിക്കുന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. സമാധി എന്നത് ഒരു ആദർശം എന്ന നിലയിൽ നരേന്ദ്രന് വളരെ ലഘുവായ ഒന്നാണെന്ന് ഗുരു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു. പരീക്ഷീണരായ എണ്ണമറ്റം വഴി യാത്രക്കാർക്ക് തണലേകുന്ന പടർന്ന് പന്തലിച്ച ഒരു വലിയ വൃക്ഷം പോലെയായി തീരണമെന്ന് ഗുരുനാഥൻ പറഞ്ഞു. അതായത് സ്വന്തം ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയല്ല നരേന്ദ്രൻ ഭൂജാതനായതെന്നും മനുഷ്യരാശിയുടെ സേവനത്തിനാണെന്നുമാണ് ഗുരു അർത്ഥമാക്കിയത്. എന്നിരുന്നാലും ഞാൻ എന്ന ബോധം ബ്രഹ്മബോധത്തിൽ ലയിക്കുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്ന അദ്വൈത ഭാവത്തിൻ്റെ ഏറ്റവും ഉയർന്ന അനുഭൂതിയായ നിർവികൽപ്പ സമാധി അനുഭവപ്പെടുത്തി അദ്ദേഹത്തെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കാരുണ്യം ഗുരുവിനുണ്ടായിരുന്നു. നരേന്ദ്രനുമായി ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ ബോധമണ്ഡലത്തിൻ്റെ ഈ അവസ്ഥ നരേന്ദ്രന് പ്രദാനം ചെയ്യുവാനാണ് ഗുരു ആഗ്രഹിച്ചത്. പക്ഷേ അന്ന് നരേന്ദ്രൻ അത്രമാത്രം പാകപ്പെട്ടിരുന്നില്ലെന്ന് ഗുരുവിന് മനസ്സിലായി. പിന്നീട് നരേന്ദ്രൻ്റെ മനസ്സിന് പക്വത വന്നപ്പോൾ പല പ്രാവശ്യവും ഈ അനുഭൂതിക്ക് വേണ്ടി ഗുരുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ഒടുവിൽ ഒരു സായം സന്ധ്യയ്ക്ക് കോസിപ്പൂർ ഉദ്യാനഗൃഹത്തിലെ ഒരു മുറിയിൽ നരേന്ദ്രൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശിരസിൻ്റെ പിൻഭാഗത്ത്
ഒരു ഭാസുരപ്രകാശം അനുഭവപ്പെട്ടു. അത് വികസിച്ച് വികസിച്ച് അവസാനം പൊട്ടിത്തെറിക്കുമോ എന്ന് പോലും തോന്നി. ബാഹ്യവസ്തുക്കളെക്കുറിച്ചോ സ്വന്തം ശരീരത്തെക്കുറിച്ചോ ലേശം പോലും ബോധമില്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ പ്രകാശത്തിൽ ലയിച്ചു. ആ മുറിയിൽ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഗോപാൽ നരേന്ദ്രന്റെ ശരീരം ഐസ് പോലെ തണുത്തു മരവിച്ചവിടെ കിടന്നത് കണ്ട് നരേന്ദ്രൻ മരിക്കുകയാണോ എന്ന് ഭയപ്പെട്ട് അതീവ ശാന്തമായ അവസ്ഥയിലിരിക്കുന്ന ഗുരുവിനെ വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കേട്ടപ്പോൾ കാര്യത്തിന്റെ നില മുഴുവനും അന്തർജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു, നരേന്ദ്രൻ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ. അവൻ കുറച്ചു കാലമായി ഇതിനുവേണ്ടി എന്നെ അലട്ടുകയായിരുന്നു. രാത്രി ഏകദേശം 9 മണിയായപ്പോൾ നരേന്ദ്രനെ കുറേശ്ശെ ബോധം തെളിഞ്ഞു തുടങ്ങി. തന്റെ ദേഹത്തെക്കുറിച്ചും ബാഹ്യലോകത്തെക്കുറിച്ചുമുള്ള ബോധം വീണ്ടു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആനന്ദം കവിഞ്ഞൊഴുകുകയായിരുന്നു. അന്നേരം അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് ചെല്ലുകയും ഗുരു അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, ഇപ്പോൾ അമ്മ നിനക്കെല്ലാം കാണിച്ചു തന്നിരിക്കുന്നു. ഒരു നിധി ഒരു പെട്ടിയിൽ പൂട്ടി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ നിനക്കിപ്പോൾ സിദ്ധിച്ച ഈ അനുഭൂതി പൂട്ടിവെക്കപ്പെടും. താക്കോൽ എൻ്റെ കൈവശമായിരിക്കും. നിനക്ക് ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട്. ദേവിയുടെ നിയോഗപ്രകാരമുള്ള ജോലികൾ ചെയ്തു തീർന്നാൽ നിധി സൂക്ഷിച്ചിരിക്കുന്ന പേടകം വീണ്ടും തുറക്കപ്പെടും. അന്ന് നീ ഇപ്പോൾ അറിഞ്ഞതുപോലെ എല്ലാം അറിയുകയും ചെയ്യും. തൻ്റെ ജീവിതത്തിൽ ശേഷിച്ചിരുന്ന ഏതാനും ദിവസങ്ങളിൽ താൻ തുടങ്ങിവെച്ച ആത്മീയ അധ്യാപനം തുടർന്നു പോകുന്നതിന് പലതും ശ്രീരാമകൃഷ്ണൻ ചെയ്തു. തന്നെ പരിചരിക്കുന്ന ചെറുപ്പക്കാർക്ക് അദ്ദേഹം കാവ്യവസ്ത്രം നൽകുകയും അവരോട് ഭിക്ഷയെടുക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ പ്രവൃത്തി ഒരു സന്യാസി സമൂഹമായി അവരെ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു. അദ്ദേഹം അവരെ നരേന്ദ്രന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാർക്ക് ഉപദേശങ്ങൾ നൽകി വേണ്ടതുപോലെ നയിക്കുവാൻ നരേന്ദ്രനോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ഒരു ദിവസം ഗുരുദേവൻ നരേന്ദ്രനെ തൻ്റെ അടുത്തു വിളിച്ചു. അദ്ദേഹം നരേന്ദ്രനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സമാധിയിൽ ലയിച്ചു. ഏതോ ഒരു സൂക്ഷ്മശക്തി വിശേഷം തന്നിലേക്ക് പ്രവഹിക്കുന്നതായി നരേന്ദ്രന് തോന്നി. അതോടെ നരേന്ദ്രന് ബാഹ്യബോധം നഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് സ്വബോധം വീണ്ടു കിട്ടിയപ്പോൾ വികാരാധീനനായി ഗുരുദേവൻ പറഞ്ഞു, അല്ലയോ നരേന്ദ്രൻ, ഇന്ന് ഞാൻ എൻ്റെ സർവസ്വവും നിനക്ക് തരികയും അതോടെ ഞാനൊരു ഫക്കീറായിത്തീരുകയും ചെയ്തിരിക്കുന്നു. നിന്നിലേക്ക് ഞാൻ പകർന്ന ഈ ശക്തിയുടെ ഊക്കുകൊണ്ട് പല മഹത് കൃത്യങ്ങളും നീ നിർവഹിക്കും. അതിനുശേഷം മാത്രമേ നീ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് പോവുകയുള്ളൂ. ഗുരുദേവൻ അദ്ദേഹത്തെ തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി ദീർഘനേരം സംസാരിക്കുക പതിവായിരുന്നു. മിക്കവാറും ആത്മീയ വിഷയങ്ങളെക്കുറിച്ചും തൻ്റെ രോഗശയ്യയ്ക്കടുത്ത് വെച്ച് രൂപവൽക്കരിച്ച ചെറിയ സഹോദര സംഘത്തെ എങ്ങനെ ഇണക്കിച്ചേർത്ത് നയിച്ചു കൊണ്ടുപോകണമെന്ന കാര്യത്തെക്കുറിച്ചുമുള്ള നിർദ്ദേശങ്ങളുമായിരുന്നു ആ സംഭാഷണങ്ങൾ. അവസാന കാലത്ത് ഗുരുദേവൻ മഹാസമാധിയാകുന്നതിന് 1-2 ദിവസം മുമ്പ് ഒരു അസാധാരണമായ ആശയം നരേന്ദ്രൻ്റെ മനസ്സിൽ പ്രവേശിച്ചു. ഗുരു പലപ്പോഴും പറഞ്ഞിരുന്നു, താനൊരു ദിവ്യാവതാരമാണെന്ന്. പൂർണ്ണമായ ശാരീരിക തളർച്ചയെന്ന അപ്പോഴത്തെ അവസ്ഥയിൽ ഇത് അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ തനിക്കത് ബോധ്യമാവുകയുള്ളൂ എന്ന് നരേന്ദ്രൻ ചിന്തിച്ചു. ഈ ആശയം നരേന്ദ്രൻ്റെ മനസ്സിലൂടെ കടന്നുപോയ മാത്രയിൽ തന്നെ സംസാരിക്കാൻ തന്നെ നന്നേ ക്ലേശിച്ചിരുന്ന ഗുരുദേവൻ തൻ്റെ ശക്തി മുഴുവൻ സംഭരിച്ച് വ്യക്തമായി പറഞ്ഞു, അല്ലയോ നരേന്ദ്ര, നിനക്കിനിയും ബോധ്യമായിട്ടില്ല അല്ലേ? ആര് രാമനായിരിക്കുന്നുവോ, ആര് കൃഷ്ണനായിരിക്കുന്നുവോ, ആ ശക്തി സ്വരൂപം തന്നെയാണ് രാമകൃഷ്ണനായി ഇപ്പോൾ ഈ ദേഹത്തുള്ളത്. പക്ഷേ അത് നിന്റെ വേദാന്താർത്ഥത്തിലല്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണെന്ന് വേദാന്ത തത്വമല്ല, മറിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ശക്തി തന്നെയാണ് മനുഷ്യൻ്റെ മോക്ഷത്തിനായി മനുഷ്യരൂപത്തിൽ ഇടയ്ക്കിടെ അവതരിക്കുന്ന രക്ഷകശക്തിയെന്നും താനും ആ ശക്തിയും ഭിന്നമല്ലെന്നുമാണ് 1886 ഓഗസ്റ്റ് 16 ശ്രീരാമകൃഷ്ണൻ ഭൗതികദേഹം ഉപേക്ഷിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോസിപ്പൂർ കെട്ടിടം തിരിച്ച് നൽകപ്പെട്ടു. ആദ്യകാലത്ത് തന്നെ ഗുരുദേവന്റെ പാവനമായ അവശിഷ്ടങ്ങൾ സ്ഥാപിക്കുവാനായി ഗംഗാതീരത്തൊരു തുണ്ട് ഭൂമി സമ്പാദിക്കുവാൻ നരേന്ദ്രൻ ആഗ്രഹിച്ചു. അന്ന് അതിൽ വിജയിക്കാത്തത് അദ്ദേഹത്തെ വലിയ ഇച്ഛാഭംഗത്തിന് വിധേയനാക്കി. ഗുരുവിൻ്റെ അവശിഷ്ടങ്ങളോട് കൂടിയ ഒരു ക്ഷേത്രവും അതിനോട് ചേർന്നൊരു സന്യാസി മഠവും
പേലൂരിൽ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വിജയകരമായ പാശ്ചാത്യ പര്യടനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ബാരാനഗറിലെ ഒരു ജീർണിച്ച കെട്ടിടത്തെ മഠമെന്ന നിലയിൽ തങ്ങളുടെ താമസ സ്ഥലമാക്കിക്കൊണ്ട് എല്ലാ യുവ സന്യാസിമാരും ക്രമേണ നരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ചു ചേർന്നു. നരേന്ദ്രൻ്റെ നിരന്തരമായ ആഹ്വാനം കൊണ്ട് മാത്രമാണ് ഈ ചെറുപ്പക്കാരിൽ പലരും തങ്ങളുടെ ബന്ധുക്കളുടെ പിടിവലിയിൽ നിന്ന് മുക്തരായി സന്യാസി മഠത്തിൽ താമസിക്കുവാൻ വന്നത്. മഠത്തിലെ ജീവിത രീതി അവിശ്വസനീയമാം വണ്ണം ക്ലേശകരവും ഉഗ്രമായ സന്മാർഗനിഷ്ഠയുള്ളതുമായിരുന്നു. വസ്ത്രവും ഭക്ഷണവും വളരെ ചുരുങ്ങിയ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ യുവസന്യാസിമാരുടെ അഭിനിവേശത്തിൻ്റെ ശക്തിയും ത്യാഗത്തിനുള്ള അത്യുഗ്രമായ ആവേശവും ആ പോരായ്മകളുടെ കുറവ് നികത്തി. ആദ്യകാലങ്ങളിൽ ഈ സന്യാസി സംഘം പ്രത്യേകം സമുദായ സേവനത്തിലോ ലോകോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ മുഴുകിയിരുന്നില്ല. അതിനാൽ ആ സന്യാസി സഹോദരന്മാരുടെ സമയം മുഴുവൻ ധ്യാനത്തിനും ഭക്തിപരമായ അനുഷ്ഠാനങ്ങൾക്കും ഭജനയ്ക്കും ശാസ്ത്രോധ്യായത്തിനും പൂർണ്ണമായും ചെലവഴിച്ചു. ശ്രീരാമകൃഷ്ണൻ അവർക്ക് നേരത്തെ തന്നെ കാവ്യവസ്ത്രം നൽകി അവരെ സന്യാസിമാരാക്കിയിരുന്നു. പക്ഷേ സന്യാസത്തിലേക്കുള്ള അവരുടെ പ്രവേശനം സാമ്പ്രദായികാചാരപ്രകാരം തന്നെ സ്ഥിരപ്പെടുത്തുന്നതിനായി അവർ വിരാജഹോമം നടത്തി പുതിയ പേരുകൾ സ്വീകരിച്ചു. അന്ന് വിവിധിഷാനന്ദൻ എന്ന പേരാണ് നരേന്ദ്രൻ സ്വീകരിച്ചത്. പിന്നീട് പരിപ്രാജകനായി സഞ്ചരിച്ചിരുന്ന കാലത്ത് തൻ്റെ സഹോദര സന്യാസിമാർ തിരിച്ചറിയാതിരിക്കാനായി ചിലപ്പോൾ വിവിധിഷാനന്ദൻ എന്നും ചിലപ്പോൾ സച്ചിദാനന്ദൻ എന്നും പേരുകൾ അദ്ദേഹം സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പുറപ്പെടുന്ന സമയത്താണ് അദ്ദേഹം വിവേകാനന്ദൻ എന്ന പേർ സ്ഥിരമായി സ്വീകരിച്ചത്. മഠത്തിൽ ഏതാനും മാസക്കാലത്തെ സമൂഹ ജീവിതത്തിനു ശേഷം പുണ്യകേന്ദ്രങ്ങൾ സന്ദർശിച്ചും ഏകാന്ത സ്ഥലങ്ങളിൽ വെച്ച് സന്യാസ ജീവിതാധിഷ്ഠിതമായ നിഷ്ഠകൾ അവലംബിച്ചും ഒരു പരിവ്രാജക ജീവിതം നയിക്കുവാൻ ഭാരതത്തിലെ സന്യാസിക്കുള്ള പരമ്പരാഗതമായ തൃഷ്ണ ഈ യുവസന്യാസിമാർക്കും ഉണ്ടായി. അതിനാൽ അവർ ഓരോരുത്തരായി ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കോ പരിവ്രാജകരായി ചുറ്റി സഞ്ചരിക്കുന്നതിന് വേണ്ടി മഠം വിട്ടുപോയി. എന്നാൽ മഠം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനവും ഗുരുസ്മരണ അടിസ്ഥാനമാക്കിയുള്ള പൂജയും ബാരാനഗർ മഠത്തിൽ അടക്കം ചെയ്തിട്ടുള്ള ഗുരുദേവൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഒരിക്കലും വിട്ടുമാറാതിരുന്ന രാമകൃഷ്ണാനന്ദ സ്വാമി നിർവഹിച്ചു പോന്നു. നരേന്ദ്രനും ഇവിടെ മുതൽ നമുക്ക് അദ്ദേഹത്തെ വിവേകാനന്ദൻ എന്ന് വിളിക്കാം. വിവേകാനന്ദനും ഈ ആഗ്രഹം ഉണ്ടായിരുന്നതിനാൽ ഊരു ചുറ്റുന്ന ഒരു സന്യാസിയായി അദ്ദേഹം 88 കൽക്കത്ത വിട്ടു. കുറച്ചുകാലം അദ്ദേഹം തൻ്റെ ചങ്ങാതിമാരായ സന്യാസിമാരിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ സഞ്ചരിച്ച് ഇടയ്ക്ക് മഠത്തിലേക്ക് മടങ്ങി വന്നിരുന്നു. എന്നാൽ 1890 മഠം വിട്ടുപോയ ശേഷം തൻ്റെ പാശ്ചാത്യ പര്യടന ദൗത്യം വിജയപ്രദമായി നിർവഹിച്ച് 1897 മടങ്ങി വരുന്നതുവരെ മഠത്തിലേക്ക് വരികയുണ്ടായില്ല. ഈ കാലത്തിനിടയിൽ ഏതാനും മാസം അഖണ്ഡാനന്ദ സ്വാമിയും ഒരുമിച്ച് ഹിമാലയത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനായി അദ്ദേഹം പോയി. അഖണ്ഡാനന്ദ സ്വാമിയെ മീററ്റിൽ വിട്ട് തൻ്റെ സഹപ്രവർത്തകരുമായി കഴിവതും ബന്ധപ്പെടാതെ അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. വ്യക്തിപരമായ എല്ലാ സ്നേഹബന്ധങ്ങളും ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് കരുതുന്നു. ഹിമാലയം മുതൽ ഭാരതത്തിൻ്റെ തെക്കേ അറ്റം വരെ തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് കന്യാകുമാരി, രാമേശ്വരം എന്നിവിടങ്ങളിൽ നിന്നും അദ്ദേഹം മദ്രാശിയിൽ മടങ്ങിയെത്തിയ 1893 ആരംഭം വരെ ഈ ജീവിതഘട്ടം തുടർന്നു. ശ്രീ വിവേകാനന്ദൻ്റെ പരിവ്രാജക ജീവിതത്തെക്കുറിച്ചും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചും അടുത്ത പാർട്ടിൽ നമുക്ക് കേൾക്കാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം.